ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണ് പൊതുവെ ക്രിക്കറ്റിൽ പറയാറുള്ളത്. അത് ശരിവെക്കുന്നതാണ് ലീഡ്സിലെ ഇന്ത്യയുടെ തോൽവി. കൈവിട്ട് കളഞ്ഞത് നിർണായകമായ 6 ക്യാച്ചുകൾ. ഇതിൽ ജയ്സ്വാൾ മാത്രം കൈവിട്ടത് 4 ക്യാച്ചുകൾ. ഇംഗ്ലണ്ടിന് വിജയം വെച്ചു നീട്ടിയതും ജയ്സ്വാൾ കൈവിട്ട ആ ക്യാച്ചുകളാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാതെ ആദ്യ മത്സരത്തിനിറങ്ങിയ ഇന്ത്യൻ താരങ്ങളുടെ ശരീരഭാഷയിൽ വിജയിക്കാനുള്ള ദാഹം ഇല്ലായിരുന്നു എന്നത് വസ്തുതയാണ്. പലപ്പോഴും ഫീൽഡിലെ അച്ചടക്കമില്ലായ്മയും വിനയായി. പന്ത് മാറ്റിക്കിട്ടാൻ ഋഷഭ് പന്ത് അമ്പയറോട് കാണിച്ച അഗ്രഷന്റെ പകുതിയെങ്കിലും കളി ജയിക്കാൻ താരങ്ങൾ കളത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായേനെയെന്നും ആരാധകരുടെ വിമർശനമുണ്ട്. ഇതും വെച്ച് ഇന്ത്യ 5 ദിവസം കളി തള്ളിക്കൊണ്ടുപോയത് തന്നെ മഹാഭാഗ്യമെന്ന് പറയുന്ന കമന്റുകളും സോഷ്യൽ മീഡിയകളിൽ കാണാം. ടീം സെലക്ഷന് പുറമെ ഗംഭീർ എന്ന കോച്ചും പലയിടത്തും തിരുത്തപ്പെടേണ്ടതാണെന്ന വാദവും ഉയരുന്നുണ്ട്. കാരണം ഗംഭീർ പരിശീലക പദവിയിൽ എത്തിയ ശേഷം ഇന്ത്യ ആകെ ജയിച്ചത് ഒരു ടെസ്റ്റാണ്. 7 എണ്ണം തോറ്റു. അടിച്ചു കളിച്ച് ചില ദിവസങ്ങളിൽ ടീം 100 റൺസിൽ പുറത്തായാലും അതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഗംഭീർ തന്റെ അടവുകൾ ഇനി മാറ്റുമോ എന്നും കണ്ടറിയണം. ഏതായാലും പിഴവുകളിൽ നിന്ന് പാഠം പഠിച്ച് ഇന്ത്യ വിജയവഴിയിലേക്ക് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.